2025 എന്ന വർഷം എന്നെ സംബന്ധിച്ച് ഒരുപാട് പഠിക്കാനും കൂടെ എന്നെ വളരാനും ഹെൽപ്പ് ചെയ്ത ഒരു വർഷമാണ് കേട്ടോ. ഐ സ്റ്റാർട്ടഡ് മൈ കരിയർ ഇൻ 2020 ആസ് എ ജൂനിയർ അഡ്വക്കേറ്റ്. ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ കോളേജിൽ പഠിച്ച കാര്യങ്ങളല്ല നമ്മൾ പ്രാക്ടീസ് ലൈഫിൽ ഇറങ്ങുമ്പോൾ ഉള്ളത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഒരു നൂലിൽ മുത്തു ഓർക്കുന്ന പോലെയാണ് കേട്ടോ ഈ ഒരു പ്രാക്ടീസ് ലൈഫ് തുടങ്ങുന്നത് തന്നെ. ഓഫീസിലെ ക്ലറിക്കൽ വർക്ക്സ് മുതലാണ് നമ്മൾ ഓരോന്നും പഠിച്ചു തുടങ്ങുന്നത്. 2021 എൻഡ് ആയപ്പോഴാണ് എൻ്റെ മാരേജ് കഴിഞ്ഞത്. 2022 എനിക്കൊരു കുട്ടി ഉണ്ടായി. ആ ഒരു ടൈമിൽ ഈ പ്രൊഫഷനിൽ നിന്നും എനിക്കൊരു ബ്രേക്ക് എടുക്കേണ്ടി വന്നു. അന്ന് ഒരുപാട് പേര് എന്നോട് പറഞ്ഞിരുന്നു, നീ എടുക്കുന്ന ഈ ബ്രേക്ക് നിന്റെ കരിയറിനെ ഒരുപാട് ബാധിക്കുമെന്ന്. പക്ഷെ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കാരണം ഞാൻ അത്രത്തോളം ഇഷ്ടപ്പെട്ടെടുത്തൊരു പ്രൊഫഷൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് തിരിച്ചു വരാൻ പറ്റുമെന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ടായിരുന്നു. 2022 ആൻഡ് 2023 were the hardest years of my life എന്ന് തന്നെ പറയാം. കാരണം ആഫ്റ്റർ ഡെലിവറി കഴിഞ്ഞപ്പോൾ ഞാൻ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നുള്ള ഒരു സ്റ്റേജിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ആ ഒരു ടൈം പീരീഡിലും ഞാൻ എൻ്റെ പ്രൊഫഷൻ കൈവിട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ചെറിയ ചെറിയ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എത്രയൊക്കെ ക്ലോസ് ആയിട്ടുള്ള ആളുകളും ചുറ്റും ഉണ്ടായിട്ടും നമ്മൾ ഒറ്റയ്ക്കാണ് എന്നുള്ളൊരു തോന്നൽ എനിക്ക് എപ്പോഴും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതെനിക്ക് മാത്രമല്ല, എന്നെപ്പോലെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലൂടെ കടന്നുപോയിട്ടുള്ള ഒരുപാട് അമ്മമാർ അനുഭവിച്ചൊരു കാര്യം തന്നെയാണ്. ആ ഒരു സ്റ്റേജ് വേറെ ആരേക്കാളും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാൾ ഡോക്ടേഴ്സാണ്. അപ്പോൾ എന്നെപ്പോലുള്ള അമ്മമാർ ഈ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ഡോക്ടറെ കാണണം. പിന്നീട് ഗ്രാജുവലി ഞാൻ അതിൽ നിന്ന് പുറത്തു വന്നു. അതിനെന്നെ ഹെൽപ്പ് ചെയ്തത് എൻ്റെ ഫാമിലി, എൻ്റെ ഹസ്ബൻഡ്, പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ തന്നെയാണ്. അതിൽ ഏറ്റവും കൂടുതൽ നന്ദിയും കടപ്പാടും എനിക്ക് എൻ്റെ സീനിയറിനോടാണ്. സീനിയർ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ചിട്ട് പറയും, റീജോയിൻ ചെയ്യുന്നില്ലേ, നീ വരണം. ഇടയ്ക്കിടയ്ക്ക് എന്നെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. ഫാമിലിയും കരിയറും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചിന്തിച്ചൊരു കാലം എനിക്കുണ്ടായിരുന്നു. അന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞൊരു കാര്യമാണ്, ഡോണ്ട് വെയിറ്റ് ഫോർ ദ ലോഡ് ടു ഗെറ്റ് ലൈറ്റർ, യു ജസ്റ്റ് നീഡ് ടു ഗെറ്റ് സ്ട്രോങ്ങർ. ഒരു ഫാമിലി ബിൽഡ് ചെയ്യുക എന്നുള്ളത് നമ്മളൊരു ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് പറയുന്നത് പോലെ അത്ര എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ല. ഈ ഒരു പ്രൊഫഷനിൽ എല്ലാ വുമൺസും ഫേസ് ചെയ്തൊരു കാര്യവും ഇനി ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ് ഒരു ഫാമിലിയെ ബിൽഡ് ചെയ്യുക എന്നുള്ളത്. ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ബ്രേക്ക് എടുക്കേണ്ടതായിട്ട് വരും എന്ന് കരുതി നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊന്നും മറക്കാനും പോകുന്നില്ല. മുന്നോട്ടുള്ള നിങ്ങളുടെ കരിയറിനെ അത് ബാധിക്കാനും പോകുന്നില്ല. ഒരിക്കലും മറ്റുള്ളവരുടെ വാക്കുകളല്ല അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജഡ്ജ്മെന്റ് അല്ല നിങ്ങളുടെ ഫ്യൂച്ചർ നിശ്ചയിക്കുന്നത്. യുവർ വിൽ പവർ ഈസ് യുവർ സൂപ്പർ പവർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുറച്ചുപേരുടെ ജഡ്ജ്മെന്റിൽ തീരാവുന്നതല്ല നമ്മളുടെ ജീവിതം എന്നുള്ളത്. ഈ ലോകത്ത് ആരും തന്നെ പെർഫെക്റ്റ് അല്ല. നമ്മളെ ജഡ്ജ് ചെയ്യുന്നവർ ഒന്നെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു ഫേസിലൂടെ കടന്നു പോകാൻ പേടിയുള്ളവരായിരിക്കാം. പണ്ട് തൊട്ടേ ഓരോ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് ഞാൻ ചെറിയ പേപ്പേഴ്സിൽ എനിക്ക് ആവശ്യമുള്ളതൊക്കെ എഴുതും, അല്ലെങ്കിൽ ഒരു ഡയറിയിൽ നോട്ട് ചെയ്ത് വെക്കും. പിന്നീട് അതെനിക്ക് ഫ്യൂച്ചറിൽ നടന്നിട്ടും ഉണ്ട് കേട്ടോ. നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ എല്ലാവരും മാനിഫെസ്റ്റേഷൻ്റെ പുറകിലാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഡയറിയിൽ എഴുതണമെന്നോ നോട്ടിൽ എഴുതണമെന്നോ ഒന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് ഈ കാര്യം തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോഴൊക്കെ മനസ്സിൽ വിചാരിക്കുക. ചില സമയത്ത് നമ്മൾ മറന്നു പോയേക്കാം, പക്ഷേ അത് ഉറപ്പായിട്ടും നടന്നിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാവർക്കും ഒരു അടിപൊളി വർഷം ആശംസിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.